ഹൗ ടു ലാൻഡ് യുവർ ഫസ്റ്റ് ജോബ് ഫോർ ഫ്രീലാൻസ് ക്ലയൻറ്റ്. നിങ്ങളുടെ ഫസ്റ്റ് ഫ്രീലാൻസ് ക്ലയൻറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ അടുത്ത എല്ലാ ഫ്രീലാൻസ് വർക്കും നിങ്ങൾക്ക് കിട്ടാൻ എളുപ്പമായിരിക്കും ഇഫ് യു ഡിഡ് ഇറ്റ്. അതേപോലെ നിങ്ങൾക്ക് കപ്പിൾ ഓഫ് ഫ്രീലാൻസ് പ്രൊജക്റ്റുകളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ജോബിൽ കയറാനും വളരെ എളുപ്പമായിരിക്കും. കാരണം ഫസ്റ്റ് ജോബിന് നിങ്ങൾ കയറുമ്പോൾ ഒബ്വിയസ്ലി ഫ്രഷർ ആണെങ്കിൽ സാലറി കുറവായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പറ്റൂല നമ്മൾ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ ഒഴിവാക്കും. ബട്ട് നിങ്ങളുടെ ഒരു കപ്പിൾ ഓഫ് പ്രൊജക്ട്സ് മേ ബി 3 to 4 ഫ്രീലാൻസ് പ്രൊജക്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് ലൈവ് ആണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ആ പ്രൊജക്റ്റ് കറന്റ് റണ്ണിങ് ആണ് ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് ഡെവലപ്പറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഫ്രീലാൻസ് വർക്ക് നിങ്ങൾ റെസ്യൂമിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ജോബിലേക്കുള്ള എൻട്രി ബാരിയർ താന്നു കഴിഞ്ഞു ഓൾറെഡി. യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഈസിലി. പിന്നെ ഫസ്റ്റ് ഫ്രീലാൻസ് വർക്ക് കിട്ടുന്നത് അത് സിമ്പിളാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്, നിങ്ങൾ ആരെ കണ്ടാലും നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് അങ്ങോട്ട് പറയാം. ഞാൻ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ ലിങ്ക്ഡിൻ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യാം. ലിങ്ക്ഡിനിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സും കുറേ എനിക്കറിയുന്ന ആൾക്കാർ ജസ്റ്റ് പോസ്റ്റഡ് വാട്ട് ദേ ആർ കറന്റ്ലി ഡൂയിങ് ടു ദിയർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ഇന്നൊരു വെബ്സൈറ്റ് അവരുണ്ടാക്കി, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്സ് പഠിച്ചു, അല്ലെങ്കിൽ ഈ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇത് കുറേ ആൾക്കാർ ചെയ്ത് ഭയങ്കര സക്സസ് ആയിട്ടുണ്ട്. ഓരോ 100 ഡേ ചാലഞ്ച് എടുക്കും. അതിൽ 100 ഡേ കോഡിങ് ചാലഞ്ച്, അല്ലെങ്കിൽ 100 ഡേ ഒരു വെബ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സ്റ്റാക്ക് അവർ ചൂസ് ചെയ്യും. 100 ഡേയ്സിൽ കണ്ടിന്യൂസ്ലി അവർ അവിടെ വന്നിട്ട് ഡേ 91 ഡേ, അങ്ങനെ മനസ്സിലായില്ലേ, ഡേ 1 to ഡേ 100 വരെ കണ്ടിന്യൂസ്ലി പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് കാണുന്ന ലൈക്ക് വി ആർ പുട്ടിങ് ഇറ്റ് in a platform where you have your potential employer or your potential client, നിങ്ങളെ ഭാവി ക്ലയൻറ്റുകളും നിങ്ങളെ ഹയർ ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ആൻഡ് ഇഫ് യു ആർ ഡൂയിങ് വെരി ഗുഡ് വർക്ക് ദെയർ, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ അധികമാണ്. നിങ്ങൾക്ക് അതിനോട് വർക്ക് കിട്ടാനും ഫ്രീലാൻസ് ക്ലയൻറ്റുകളെ കിട്ടാനും ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ പ്രൊഫൈൽ അതുപോലെ ഒപ്റ്റിമൈസ് ചെയ്യണം. കീവേഡ്സ്, നിങ്ങളുടെ കീ സ്കിൽസ്, നിങ്ങൾ ചെയ്ത സർട്ടിഫിക്കേഷൻസ്, നിങ്ങൾ ചെയ്ത കോഴ്സുകൾ, നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റുകൾ എല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യണം, 1 by 1. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട പ്രൊഫൈൽ ഫോട്ടോ ഫോർമൽ ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ കവർ ഫോട്ടോ ബ്ലാങ്ക് ആയിരിക്കരുത്. അവിടെ നിങ്ങളുടെ ഇമെയിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ അവരെങ്ങനെ വിളിക്കും നിങ്ങളെ. ഇപ്പോൾ കുറേ ആൾക്കാരെ നിങ്ങൾ പ്രൊഫൈൽ കണ്ടിട്ടുണ്ട്, ഫോട്ടോ ഉണ്ടാവും, പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടാവും, ഫോർമൽ ആയിരിക്കില്ല, എനിക്ക് കാഷ്വൽ ആയിരിക്കാം, കവർ ഫോട്ടോ ഉണ്ടാവില്ല. ചിലർക്ക് ഉള്ളതാണെങ്കിൽ അവരടുത്ത് മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല, അവര് മെയിൽ ID കൊടുത്തിട്ടുണ്ടാവില്ല. ഹൗ വിൽ ദേ കണക്ട്? നിങ്ങളായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും അവര്? അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഫസ്റ്റ് ക്ലയന്റ് കിട്ടി നിങ്ങൾക്ക് ഫ്രീലാൻസ്, വാട്ട് നെക്സ്റ്റ്? ആ പ്രൊജക്റ്റ് ചെയ്തു, അടുത്ത പ്രൊജക്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. പക്ഷെ ആ ചെയ്ത പ്രൊജക്റ്റ് അവിടെ നിങ്ങൾക്ക് പേജിൽ ആ ക്ലയന്റിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ പേജിൽ ആ പ്രൊജക്റ്റിനെ പറ്റി ബേസ് ചെയ്തിട്ടൊരു പോസ്റ്റ് ഇടാം ലിങ്ക്ഡിനിൽ. അടുത്ത വർക്കായി. ഇത് കാണുമ്പോൾ നിങ്ങൾ അടുത്ത ഒരു വർക്ക്, അല്ലെങ്കിൽ അടുത്തൊരു ഫ്രീലാൻസ് ക്ലയന്റിന്, അല്ലെങ്കിൽ അടുത്തൊരു പൊട്ടൻഷ്യൽ നിങ്ങളെ ഹയർ ചെയ്യാനുള്ള ആളുകൾ കാണുകയാണ്. That's how you get your first job, first freelance client. ഇപ്പൊ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ നിങ്ങൾ കംഫർട്ടബിൾ അല്ല, വി ഷുഡ് ബി ആക്റ്റീവ് ഇൻ ലിങ്ക്ഡിൻ ഇഫ് യു ആർ എ ഡെവലപ്പർ, യു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇനിയിപ്പോൾ അല്ല നിങ്ങൾക്ക് ജോബ് വേണ്ട, ലൈക്ക് ഫ്രീലാൻസ് മാത്രം ചെയ്താൽ മതി എന്നാണെങ്കിൽ, വി ക്യാൻ ഡു വൺ തിങ്. കോൾഡ് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ കോളിംഗ് ക്യാൻ pick up the random phone numbers that you can see.
ഓൺ ദ ഗൂഗിൾ മാപ്സ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ എനിക്കൊരു ട്രിക്കാണ് ആക്ച്വലി. ഓരോ കടയിലും ഇപ്പോൾ ഒരു ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പാണ്, അവർക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മാപ്സിൽ ഇന്റീരിയർ വർക്ക് ചെയ്യുന്ന കട നിയർ മീ നിങ്ങൾ സെർച്ച് ചെയ്യുക. പോപ്പ് ചെയ്യുന്നതിൽ വെബ്സൈറ്റ് ഇല്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ കമ്പനീസിനെ എടുക്കുക, വിളിക്കുക, അവരെ പിച്ച് ചെയ്യുക, സംസാരിക്കുക. ഞാൻ അങ്ങനെ വെബ് ഡെവലപ്പറാണ്, എനിക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഐ ബിൽഡ് വെബ്സൈറ്റ്സ് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ട്, നെഗോഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പിച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുക. അങ്ങനെ 2-3 ട്രൈ ചെയ്യുമ്പോൾ തന്നെ കിട്ടും. കിട്ടിയില്ലെങ്കിൽ അവിടെ നിർത്തരുത്, കുറച്ചുകൂടെ ട്രൈ ചെയ്യാം, എന്തായാലും കിട്ടും. ആവശ്യമില്ലാത്ത ആൾക്കാരൊന്നും ഇല്ല. അല്ലെങ്കിൽ അപ്പം നിങ്ങൾ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പം എന്താ ചെയ്യേണ്ടത്, വേറെ ട്രൈ ചെയ്യുക. ആ ഇന്റീരിയർ ഡിസൈൻ എന്നുള്ള ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. മനസ്സിലായോ? ഫോട്ടോഗ്രാഫി, സ്റ്റുഡിയോ, അങ്ങനെ പല ടൈപ്പിലുള്ള ഇൻഡസ്ട്രീസിലും നിങ്ങൾ കൈ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലയൻസ് ആയി, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി, പിന്നെ നിങ്ങൾക്ക് ജമ്പ് ചെയ്യാനും സ്വിച്ച് ചെയ്യാനും അടുത്തത് കിട്ടാനും എളുപ്പമായിരിക്കും. ഫസ്റ്റത്തെ പ്രൊജക്റ്റ് കിട്ടാനാണ് ടഫ് ആക്ച്വലി, ബാക്കി എല്ലാം എളുപ്പമാണ്. മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുക. ലിങ്ക്ഡിനിലെ പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആയിരിക്കുക. പിന്നെ കോൾഡ് ഇമെയിൽ ട്രൈ ചെയ്ത് നോക്കുക, കോൾ അപ്രോച്ച് കോളിംഗ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, യു ഷുഡ് ബി പൊളൈറ്റ് ആൻഡ് കൈൻഡ് വെൻ യു കോൾ them on the phone. Oh, that's all. Thank you.